ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഷിനാസ് എന്നാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഞാനൊരു സയൻസ് ഗ്രാജുവേറ്റാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്കൊന്നും ഏറെ പരിചിതമല്ലാത്ത ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ശാസ്ത്രജ്ഞനെയാണ്. അതായത് ഓർത്തോ മോളിക്കുലാർ സയൻസ്. ലോകത്തിൽ തന്നെ 6 ശാസ്ത്രജ്ഞന്മാരാണ് ഇതിലുള്ളത്. അതിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് 6ഓളം PhD ബിരുദങ്ങളും 12ഓളം ഡോക്ടറേറ്റുകളും വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം നിയമത്തിലും PhD എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ വീണ് കിട്ടിയ ഒരു അവസരമാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത്. കൂടുതലായി അദ്ദേഹം ഇൻ്റർവ്യൂ ഒന്നും നൽകാത്ത ആളാണ്, പക്ഷേ എനിക്ക് അതിൻ്റെ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്തേ, നമസ്കാരം. എല്ലാ മലയാളികൾക്കും കേരളീയർക്കും എൻ്റെ ആദരവ്. നമസ്തേ. ഞാൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. ഓർത്തോ മോളിക്കുലാർ മെഡിസിനിൽ ഗവേഷണവും അതിൻ്റെ പഠനങ്ങളും നടത്തുന്നു. ആദ്യമായി ഇന്ന് ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഒരു പ്രധാന വിഷമമാണ് അഥവാ രോഗങ്ങളാണ് അപൂർവ രോഗങ്ങൾ അഥവാ ഓഫൻ ഡിസീസ്. ആദ്യമായി പറയട്ടെ, ലീഗൽ വാണിംഗ്, ഇത് ചികിത്സയല്ല, ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം. വിദഗ്ധ ചികിത്സയ്ക്ക് നിങ്ങൾ വിദഗ്ധ ഡോക്ടർമാരെയോ ശാസ്ത്രജ്ഞരെയോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയോ സമീപിക്കണം. ഞങ്ങളുടെ ഔദ്യോഗിക ഇമെയിൽ arogya.research@gmail.com, വേൾഡ് റിഹാബിലിറ്റേഷൻ ഓർഗൻ @gmail.com. ഞങ്ങളുടെ ഔദ്യോഗിക വാട്സപ്പ് നമ്പർ 8089527350. വൺസ് അഗെയിൻ 8089527350. ആദ്യമായി ഇന്ന് ഷനാസ് എന്ന് പറയുന്ന ഈ മിടുക്കൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആദ്യമായി ആവശ്യപ്പെട്ടത് മാഗ്നീഷ്യം എന്ന മൂലകത്തെ പറ്റിയും ആധുനിക കാലഘട്ടത്തെ അപൂർവ രോഗങ്ങൾ അഥവാ മാറാ രോഗങ്ങളെ പറ്റിയാണ്. ഇന്ത്യയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 4001 അപൂർവ മാറാ രോഗങ്ങളുണ്ട്. ഈ അപൂർവ രോഗങ്ങൾ ഓഫൻ ഡിസീസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ മൂലകാരണം അന്വേഷിച്ച് നടന്നപ്പോൾ ആദ്യമായി പറയട്ടെ, ഞങ്ങളുടെ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ അലോപ്പതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതിൽ മാഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ പ്രാധാന്യവും ഒപ്പം PTA അച്ചുതണ്ട് അഥവാ പിറ്റ്യൂട്ടറി തൈറോയിഡ് അഡ്രിനാലിൻ ഗ്രന്ഥികളുടെ പ്രാധാന്യവുമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. ലോകത്താരും ഇതുവരെ കണ്ടെത്താത്ത ചില അപൂർവ കാര്യങ്ങളാണ് ഞാൻ ലോകത്തിനോട് വെളിവാക്കുന്നത്. കാരണം ശാസ്ത്രജ്ഞരായ ഞങ്ങൾ ഇത് ലോകത്തിനോട് വെളിപ്പെടുത്തിയില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല ഞങ്ങളുടെ ഗവേഷണം കൊണ്ട്. ആദ്യമായി മാഗ്നീഷ്യം എന്നുള്ള മൂലകത്തിന് ഞങ്ങളുടെ പുതിയ ഗവേഷണ പ്രകാരം 600-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് മാഗ്നീഷ്യം ആവശ്യമാണ്. ഇതിൻ്റെ കുറവിനെ ഹൈപ്പോ മാഗ്നീസീമിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിങ്ക് എന്ന മൂലകത്തിന് ഞങ്ങളുടെ പുതിയ ഗവേഷണ പ്രകാരം 400-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ സിങ്ക് എന്ന മൂലകം പ്രാധാന്യമേറിയതാണ്. 15 മൂലകങ്ങളിൽ അയൺ കഴിഞ്ഞാൽ മാഗ്നീഷ്യം, സിങ്ക്, ഇങ്ങനെ പോകുന്നു മൂലകങ്ങളുടെ. അതിൽ കാൽസ്യം, ഇങ്ങനെ 15 മൂലകങ്ങൾ കുറയുമ്പോഴാണ് മിക്ക രോഗങ്ങളും ആധുനിക കാലഘട്ടത്തിലെ പല രോഗങ്ങളും ഉടലെടുക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഗവേഷണം. ഇതിൽ മാഗ്നീഷ്യവും അഡ്രിനാലിൻ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന DHEA, ഡീഹൈഡ്രോ എപ്പിയാൻഡ്രോസ്റ്റിറോൺ എന്ന ഹോർമോണുകളുടെ പ്രവർത്തനം. ഈ ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ 9 മണിക്കൂർ വരെ ഉറങ്ങണം. ചുരുങ്ങിയത് 6 മണിക്കൂർ, പരമാവധി 9 മണിക്കൂർ. എന്നാൽ മാത്രമേ DHEA ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഒപ്പം മാഗ്നീഷ്യത്തിൻ്റെ കുറവുമാണ് മിക്ക മാറാ രോഗങ്ങളുടെയും ഉത്ഭവമെന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് അഥവാ ലോഞ്ചവിറ്റി. ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുടെ
ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ അത് മന്ദഗതിയിലാവുകയോ വേണ്ടത്ര ആരോഗ്യപരമായി നടക്കാതിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മരണത്തിലേക്ക് അടുക്കുന്നതെന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. ഇന്ന് മോഡേൺ മെഡിസിനിലെ മിക്ക ഡോക്ടർമാരും എൻ്റെ ശിഷ്യന്മാരും അടക്കം മരുന്ന് ചികിത്സയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഒരിക്കലും പോഷകാഹാരം, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ നൈട്രിക് ഫാറ്റി ആസിഡുകൾ, മാക്രോ ന്യൂട്രിയൻസ് അഥവാ കൊഴുപ്പ്, മാംസ്യം, അന്നജം ഇതൊന്നും പുതിയ തലമുറയിലെ ഡോക്ടർമാർ ചികിത്സയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർ ഡയഗ്നോസിസിലും കുറേ ബ്ലഡ് ടെസ്റ്റുകളിലും കുറേ മരുന്നുകളിലും തട്ടിമുട്ടി നടക്കുന്നു. ഇവിടെ തുടങ്ങി മനുഷ്യവംശത്തിൻ്റെ പരാജയമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. യഥാർത്ഥ പ്രശ്നം, യഥാർത്ഥ മൂലകാരണം മിക്ക രോഗങ്ങളിലും ഏറ്റവും അടിസ്ഥാനം ഞങ്ങൾ നോക്കുന്ന ജനിതക തകരാറ് അഥവാ DNA-യിൽ വല്ല കുഴപ്പമുണ്ടോ എന്നാണ്. പിന്നെ വരുന്നത് നിങ്ങളുടെ ന്യൂട്രിയൻസ്. നിങ്ങളുടെ ശരീരത്തിൽ ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആക്കുക എന്നാണ് അർത്ഥം. മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ തന്മാത്ര അഥവാ സവിശേഷ ഘടകങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താണോ കുറവ് നികത്തിയാൽ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം നിങ്ങളുടെ രോഗത്തെ ഭേദമാക്കുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഈ രോഗപ്രതിരോധ സംവിധാനത്തെ പറ്റിയുള്ള പഠനത്തിനായിരുന്നു 2025 3 പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ മാഗ്നീഷ്യം എന്ന് പറയുന്നത് ബദാം പരിപ്പിലും കശുവണ്ടി പരിപ്പിലും കൊക്കോ പൗഡറിലും പച്ചപ്പുല്ല് തിന്നുന്ന പശുവിൻ്റെ പാലിലും അല്പസ്വല്പം പച്ചിലക്കറികളിലും ലഭിക്കുന്ന ഒരു മൂലകമാണ്. സിങ്ക് മത്തൻ്റെ വിത്തിലും കക്കായ ഇറച്ചിയിലും ഞണ്ടിലും ചെമ്മീനിലും പ്രകൃതിദത്തമായി ലഭിക്കുന്നു. അല്പസ്വല്പം പപ്പായ വിത്തിലും തണ്ണിമത്തൻ്റെ വിത്തിലുമുണ്ട്. പക്ഷേ നേരിട്ട് അത് ഭക്ഷണത്തിൽ എഡിബിളായി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് അപകടവുമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മാഗ്നീഷ്യം, ജീവൻ്റെ കെടാവിളക്കാണ് മാഗ്നീഷ്യം. ഇതിൻ്റെ കുറവാണ് ഹൈപ്പോ മാഗ്നീസീമിയ. ഓരോ കോശങ്ങളും മനുഷ്യ ശരീരത്തിൽ മാഗ്നീഷ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ഈ നിലവിളിയെയാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്. മാഗ്നീഷ്യം 5 രൂപത്തിലാണ് ലോകത്ത് കെമിക്കലായി ലാബിൽ ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് മാഗ്നീഷ്യം ഗ്ലൂക്കോണൈറ്റ്, മാഗ്നീഷ്യം ഓക്സൈഡ്, മാഗ്നീഷ്യം ഒറോട്ടൈറ്റ്, ഇങ്ങനെ പല രൂപത്തിൽ അറിയപ്പെടുന്നു. പക്ഷേ പ്രകൃതിദത്തമായി തന്നെ നിങ്ങൾ മാഗ്നീഷ്യം ഭക്ഷണത്തിലൂടെ എടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഒപ്പം സിങ്കും. അപ്പോൾ നിങ്ങളുടെ 900-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കുള്ള വഴിയായി. ഇതിൽ ഏറ്റവും പ്രധാനം ആധുനിക കാലഘട്ടത്തിലെ രോഗങ്ങളെല്ലാം സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന പേരിലാണ് ഞങ്ങൾ ഈ 4001 രോഗങ്ങളെയും പെട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ 55% മനസ്സിനും 45% ശരീരത്തിനുമാണ് ഇപ്പോൾ ഈ ഇറ അഥവാ കാലഘട്ടത്തിലെ രോഗങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സ്, ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗട്ട്സ്. നിങ്ങൾ മനോധൈര്യമായി മനസ്സിൻ്റെ ആരോഗ്യത്തോടു കൂടി ബ്രെയിൻ നന്നായി സൂപ്പറായി ഫങ്ഷൻ നടത്തുകയും നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് തൃപ്തികരമാണെങ്കിൽ നിങ്ങളുടെ ശരീരവും തൃപ്തികരമായിരിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപരിയാണ് മാനസിക ആരോഗ്യം. അതേപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് വൈകാരിക ആരോഗ്യം. ഞങ്ങളുടെ പുതിയ ഗവേഷണം പറയുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആത്മാവിൻ്റെ രോഗങ്ങളാണ് അസൂയ, കുരുട്ട്, പോര്, തമ്മിൽ തല്ല്, മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ കുറവ്, ഇതൊക്കെ എല്ലാം ആത്മാവിൻ്റെ ക്യാൻസറുകളാണ്. അപ്പോൾ സമൂഹത്തിന് മാത്രം ആരോഗ്യമുണ്ടായാൽ പോരാ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും വികാരങ്ങൾക്കും ആത്മാവിനും ആരോഗ്യമുണ്ടെങ്കിൽ, അഥവാ ഒപ്പം അവസാനം ഞങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ആത്മീയതയും ആരോഗ്യമുള്ളതായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഇതിൽ വൈകാരികതയും ആത്മീയതയും ആത്മാവും ഇന്ന് പുതിയ WHO നോംസിലില്ല. പക്ഷെ തീർച്ചയായും നിങ്ങൾ ഓരോ മനുഷ്യനും വീണ്ടും വീണ്ടും പറയുന്നു, മനക്കരുത്തോടുകൂടി നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കഴിച്ച് ചിട്ടയായി ജീവിച്ചാൽ ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും വേറെ വല്ല ജോലിയും ചെയ്യേണ്ടി വരും. നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് വിട്ടുപോയതാണ് യഥാർത്ഥ മിക്ക രോഗങ്ങളുടെയും ഒരു കാരണം. പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാത്തതാണ് മിക്ക രോഗങ്ങളുടെയും, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക,
പ്രകൃതിയെ ദൈവത്തെ പോലെ കാണുക, പ്രകൃതി വിഭവങ്ങൾ നിങ്ങൾ നിലനിർത്തുക. ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. എല്ലാവരും രോഗങ്ങളില്ലാതെ നല്ല ആരോഗ്യവാന്മാരായി സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഓരോ ഇൻഡെലിബിൾ സിഗ്നേച്ചർ അഥവാ മായാത്ത കയ്യൊപ്പുമായി ഈ ഭൂമിയിൽ വസിക്കണമെന്നും എല്ലാവരും പരസ്പരം മാതൃകയാവണമെന്നും ഞാൻ വിനീതമായി നിങ്ങളെയോട് അപേക്ഷിക്കുന്നു. താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC. നമസ്കാരം. താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു.